വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ. സദഖല്ലാഹു മൗലാനൽ അലിയുൽ അളീം. സ്നേഹാദരണീയരും ബഹുമാന്യരുമായ ഈ മഹത്തായ സദസ്സിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയും അഭിമന്യരായ പണ്ഡിത മഹത്തുക്കളെ, സയ്യിദന്മാരെ, നേതാക്കളെ, ഈ അനുഗ്രഹീതമായ സദസ്സിലൊത്തുകൂടിയ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കർമ്മധീരരായ പ്രിയപ്പെട്ട പ്രവർത്തകരെ, വേദിയിൽ ഒരുപാട് മഹത്തുക്കളായ നായകന്മാരുണ്ടായതുകൊണ്ട് സമയത്തിന്റെ പരിമിതി ഓർത്തുകൊണ്ട് ഞാൻ പ്രസംഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു ഇനിയും നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അനുഗ്രഹം എന്നതുകൊണ്ട് സൂചിപ്പിച്ചത്, ഈ സമ്മേളനത്തിന്റെ ഇന്ന് തുടങ്ങുന്ന സമയം മുതൽ വമ്പിച്ച മഴ പെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നോമ്പ് നോറ്റവരും പ്രവർത്തിച്ചവരും ഒരുപക്ഷെ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയവരും ഉണ്ടായിരിക്കാം. എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് സമ്മേളനത്തിന്റെ മുഖ്യ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നതുവരെ, പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങളൊക്കെ നടന്നു കഴിയുന്നതുവരെ അള്ളാഹു ഇത്ര നല്ല ഒരു പ്രകൃതിയും അന്തരീക്ഷവും ഈ മഴക്കാലത്ത് നമുക്ക് നൽകിയത് അള്ളാഹുവിന്റെ അനുഗ്രഹം എന്നും സമത്വക്കൊപ്പം തന്നെയാണ് എന്ന് വ്യക്തമായി തെളിയിക്കുന്ന മനോഹരമായൊരു അനുഗ്രഹമാണ്. അതിനാണ് നമ്മൾ പടച്ച റബ്ബിന് നന്ദി പറയേണ്ടത്. ഇനി മഴ പെയ്തുകൊള്ളട്ടെ, നമുക്ക് യാതൊരു പരാതിയുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മഹത്തുക്കളായ നേതാക്കൾ പ്രസംഗിച്ചതോടുകൂടി നമ്മുടെ സമ്മേളനത്തിന്റെ മഹിതമായ ലക്ഷ്യം കവിഞ്ഞിരിക്കുന്നു. ഇനി എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കുവാനുണ്ട്. അള്ളാഹു ആ പ്രസംഗങ്ങളൊക്കെ കേട്ട് സുന്ദരമായി സന്ദേശം മഹല്ലുകളിലേക്ക് ഇറക്കിക്കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഞാൻ വളരെ ചുരുക്കി പരിമിതമായി ഇവിടെ ചില അവകാശവാദങ്ങളുമായി നടന്നിരുന്ന ആളുകളുടെ ആ അവകാശവാദങ്ങളുടെ പൊള്ളത്തരങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ചില വസ്തുതകൾ മാത്രം സന്ദർഭത്തിന്റെ ഗൗരവമോർത്തുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ ഉദ്ധരിക്കുവാനാണ് ഈ നല്ല സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. ആദ്യമായി നിങ്ങൾക്കൊക്കെ അഗൈതവമായി നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി വളരെ പ്രയാസപ്പെട്ട് നമ്മുടെ പ്രദേശത്തിന്റെ പല ഭാഗത്തു നിന്നും ഒഴുകിയെത്തിയ ആളുകൾ പരിമിതമായ സൗകര്യം സഹിച്ചുകൊണ്ടാണ് ഈ സമ്മേളനത്തിൽ ഇപ്പോഴും ശ്രോതാക്കളായി നിൽക്കുന്നത്. തീർച്ചയായും നിങ്ങൾ നന്ദി അർഹിക്കുന്നു. അള്ളാഹു നിങ്ങൾ ചെയ്ത ഈ സേവനം കബൂൽ ചെയ്ത് പ്രതിഫലം നൽകുമാറാവട്ടെ. എന്നതുപോലെ തന്നെ നമ്മളോട് 100% സഹകരിച്ച നമ്മുടെ നിയമപാലകർ, ഒരുപാട് ആശങ്കകൾ നമ്മുടെ നിയമപാലകർക്കുണ്ടായിരുന്നു. അത്രയും ആളുകൾ അതും ആ പ്രദേശത്ത് കൂടുമ്പോൾ ആ പ്രദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ടെൻഷനുള്ള കാര്യമാണ്, ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് ആവർത്തിച്ചു പറഞ്ഞു. പക്ഷേ പടച്ച റബ്ബിന്റെ അനുഗ്രഹത്താൽ യാതൊരു തരത്തിലുള്ള അപശബ്ദങ്ങളോ സമാധാന ഭംഗമോ ഉണ്ടാക്കാതെ ഈ സമ്മേളനം ഭംഗിയാക്കാൻ നമുക്ക് പടച്ച റബ്ബ് തൗഫീക്ക് നൽകി. ഞാൻ എന്നെ ശ്രമിക്കുന്ന ബഹുമാന്യരായ പോലീസ് ഓഫീസർമാരോട് പറയുന്നു, സമസ്ത ഇതാണ്. യാതൊരു തരത്തിലും നിയമപാലകർക്കോ നിയമത്തിനോ തലവേദനയുണ്ടാക്കിയ ഒരു പാരമ്പര്യം സമസ്തക്കോ അതിന്റെ കീഴ്ഘടകങ്ങൾക്കോ ഒരിക്കലുമില്ല. നിങ്ങൾ ആദ്യമായി സംഘത്തിന്റെ സമാധാന പ്രവർത്തനമാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ആമുഖമായി പ്രിയപ്പെട്ട നിയമപാലകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരെ തെര്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ഇതേ പാത പിന്തുടരാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരു അനിവാര്യതയുടെ ഘട്ടത്തിൽ 1925 രൂപീകൃതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ മഹത്തായ പ്രസ്ഥാനം 100% ആത്മീയ പ്രവർത്തനങ്ങളുമായിട്ടാണ് സമൂഹത്തെ സമീപിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേർരൂപം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു അനിവാര്യ ഘട്ടം വന്നപ്പോൾ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭക്ക് മഹാനായ സയ്യിദ് റഹ്മാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ മഹാനുഭാവൻ അസ്ഥിവാരമിടുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പതിറ്റാണ്ടുകളായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അഭിപ്രായാന്തരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ 1965 തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് സമസ്ത തീരുമാനമെടുത്തപ്പോൾ സമസ്തക്കകത്ത് പ്രശ്നമുണ്ടായി, ഒരു വിഭാഗം മാറി നിന്നു. 1967 ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്ന പ്രശ്നത്തിൽ സമസ്തക്കകത്ത് പ്രശ്നമുണ്ടായി, ഒരു വിഭാഗം മാറി നിന്നു. അതൊക്കെ മസ്അലാപരമായ കാരണങ്ങൾ കൊണ്ട് സമസ്തയിൽ സംഭവിച്ച പ്രവർത്തനങ്ങളായിരുന്നു. എന്നാൽ 1989 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നും ഏതാനും ആളുകൾ മാറ്റി നിർത്തപ്പെട്ടത് സമസ്തയുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായി സമസ്തക്കകത്ത് രാഷ്ട്രീയം കളിക്കാൻ അവർ മുന്നോട്ട് വന്നപ്പോഴായിരുന്നു. വളരെ ഗൗരവത്തോടെ നമ്മൾ ഈ വസ്തുത വിലയിരുത്തണം. 1926 സമസ്തയുടെ മുഷാവറ മെമ്പറായി കടന്നു വന്ന 93 നമ്മിൽ നിന്ന് വിട പറഞ്ഞ മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, ആ മഹാൻ സമസ്ത രൂപീകരിച്ച കാലഘട്ടം മുതൽ അതിന്റെ മുഷാവറ മെമ്പറാണ്, നമുക്ക് നേതൃത്വം കൊടുക്കുന്ന മഹാനാണ്.
ആ മഹാനവറുകളെ ഇരുത്തിക്കൊണ്ടാണ് 1956 മുഷാവറാംഗമായ അഥവാ കണ്ണിയത്തെ മുഷാവറാംഗമായി 30 വർഷം കഴിഞ്ഞ് സമത്തയിൽ വന്ന ഒരാളെ പ്രസിഡന്റാക്കി കണ്ണിയത്ത് ജീവിച്ചിരിക്കുന്ന 4 വർഷവും പിന്നെ ഇതുവരെയും സമത്ത എന്ന പേരിൽ ഒരു സംഘടന ഇവിടെ കൊണ്ടു നടക്കുന്നത്. 1951 സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറായ ബഹുമാന്യനായ ശൈഖുന ശംസുൽ ഉലമയെ ആ മഹാനുഭാവൻ 1996 നമ്മളോട് വിട പറയുന്നത്. ആ മഹാനെ ഇരുത്തിക്കൊണ്ട് 1974 അഥവാ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ സമത്തയിൽ മുഷാവറ മെമ്പറായി വന്ന് 24 കൊല്ലം കഴിഞ്ഞ ശേഷം മുഷാവറ മെമ്പറായ ഒരു വ്യക്തിയെ അഖിലേന്ത്യാ നേതാവാക്കി ശംസുലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അതുപോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ട ശേഷവും ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം. എന്തായിരുന്നു അവരുടെ വാദഗതികൾ? എന്തായിരുന്നു സമൂഹത്തിൽ അവർ പറഞ്ഞത്? ഈ സമൂഹത്തിൽ അവർ ഉന്നയിച്ച അവകാശവാദങ്ങൾ എന്തായിരുന്നു എന്ന് 2004 തെരഞ്ഞെടുപ്പിൽ ഈ കണ്ട ജനം വ്യക്തമായി മനസ്സിലാക്കിയത്. 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മഞ്ചേരി നിയോജക മണ്ഡലത്തിൽ കാലങ്ങളായി വിജയിച്ചു വരുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആ കാലഘട്ടത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ ആ പരാജയം യഥാർത്ഥത്തിൽ തങ്ങളുടെ സാന്നിധ്യം കൊണ്ടായിരുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് നമ്മുടെ കേരളക്കരയിൽ പ്രചണ്ഡമായ പ്രചരണങ്ങളുമായി ഈ വിഭാഗം ആളുകൾ രംഗത്ത് വന്നു. സത്യത്തിൽ അവർ 1979 മുതൽ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അവർ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. 1979 സമത്വ മുഷാവറയിൽ അവരൊരു പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയത്തിൽ അവർ ആവശ്യപ്പെട്ടത് ഒന്നുകിൽ സമത്വ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം, അല്ലെങ്കിൽ സുന്നി യുവജന സംഘത്തെ സമത്വയുടെ രാഷ്ട്രീയ പാർട്ടിയാക്കണം. ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ സമത്വ അത് തള്ളി. സമത്വയുടെ നയമെന്ന് പറയുന്നത് അന്നും ഇന്നും ഒന്നാണ്. വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. ആ നയത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ അണികൾക്ക് ആഹ്വാനം കൊടുക്കുകയും ഈ പ്രമേയം തള്ളുകയും ചെയ്തു. പക്ഷെ ഈ പ്രമേയം കൊണ്ടുവന്നയാളുകൾ അതേ പ്രമേയത്തിന്റെ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമായിരുന്നു 79 മുതൽ 89 വരെയുള്ള പ്രവർത്തനവും. 89 ഇവർ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. സത്യത്തിൽ നമ്മുടെ കേരളക്കരയിൽ രാഷ്ട്രീയ രംഗത്ത് ഇതുപോലെ മതസംഘടനകൾ ഇടപെടുന്ന പ്രവർത്തനം, മതപ്രവർത്തകർ രാഷ്ട്രീയ രംഗത്ത് ഇടപെട്ടുകൊണ്ട് ഈ രീതിയിൽ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന പ്രവർത്തനം 2 സംഘടനകൾ മാത്രമാണ് നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ജമാഅത്തെ ഇസ്ലാമി, മറ്റൊന്ന് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വിഭാഗം. ഈ 2 വിഭാഗത്തിന്റെയും പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ കേരളക്കരയിൽ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനം ആരംഭിച്ച് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്നും പൂർണ്ണമായി വ്യതിചലിച്ചുകൊണ്ട് പുതിയ സിദ്ധാന്തങ്ങളുമായി മുന്നോട്ട് വന്നു. റബ്ബ്, ഇലാഹ്, ദീന, ഇബാദത്ത് എന്നീ പദങ്ങൾക്ക് സ്വന്തമായ അർത്ഥവ്യാഖ്യാനം നടത്തി. ഇലാഹ് എന്ന് പറഞ്ഞാൽ അതിൽ ഭരണകൂടം പെടുമെന്നും, റബ്ബ് എന്ന് പറയുന്നത് കോടതിയും അതുപോലെ തന്നെ നിയമസഭകളും പെടുമെന്നും, സർക്കാരിന് കീഴടങ്ങൽ ഇബാദത്താണെന്നും, സ്റ്റേറ്റിന്റെ പരമാധികാരം അംഗീകരിക്കൽ ദീനാണെന്നും പറഞ്ഞുകൊണ്ട് പുതിയ വ്യാഖ്യാനം കൊണ്ടുവന്ന് വോട്ട് ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ് എന്ന് പറഞ്ഞിരുന്ന ജനവിഭാഗം നമ്മുടെ കേരളക്കരയിൽ അതിശക്തമായ പ്രചരണം നടത്തിക്കൊണ്ട് ജനങ്ങളെ വിദ്യാഭ്യാസ രംഗത്തു നിന്നും അതുപോലെ തന്നെ ഇലക്ഷൻ രംഗത്തു നിന്നും മാറ്റി നിർത്തി. ആ ആളുകൾ പിന്നീട് നമ്മുടെ കേരളക്കരയിൽ തന്നെ 1994 നടന്ന തെരഞ്ഞെടുപ്പിൽ മൂല്യം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അന്ന് അവരാർക്കൊക്കെ ആ മൂല്യം കണ്ടത്? ഈ തെരഞ്ഞെടുപ്പിൽ അവരാർക്കൊക്കെ ആ മൂല്യം കാണുന്നത്? അവരന്ന് മൂല്യം കണ്ടതും ഇന്ന് മൂല്യം കണ്ടതും ശരിക്കും നമ്മളൊന്ന് വിലയിരുത്തി നോക്കുന്നു. അന്നവർ